റിസർച്ച് അസിസ്റ്റന്റിന്റെ പോസ്റ്റിൽ നല്ല റാങ്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണോ പഠിക്കേണ്ടത്, എന്താണ് കൃത്യമായിട്ട് നമുക്ക് ഏതാണ് ബേസ് പോയിന്റ്സുകൾ എന്നുള്ളത് കൃത്യമായിട്ട് എൻട്രി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ റൈറ്റ് ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. സ്ത്രീകളായാലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരിക എന്നുള്ളതാണ് എൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹായ്, എൻ്റെ പേര് അൻഷ. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ പട്ടാന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പേര് അഖില. ഞങ്ങൾ രണ്ടുപേരും ഡിഗ്രിയും PGയും ചെയ്തിരിക്കുന്നത് മാത്തമാറ്റിക്സിലാണ്. ചെറുപ്പം തൊട്ടേ ഇപ്പം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഒരുമിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാക്കും റിസർച്ച് അസിസ്റ്റന്റിന്റെ പോസ്റ്റിൽ നല്ല റാങ്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ റാങ്ക് 12ഉം അനുഷയുടെ റാങ്ക് 16ഉമാണ്. അതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടുപേർക്കും ഒരുമിച്ച് ഒരേ ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ട്വിൻസ് ആണെങ്കിലും രണ്ടുപേരും രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഒരാള് കുറച്ച് മാത്രം സംസാരിക്കുന്ന കാമായിട്ടുള്ള ഒരാളാണ്, മറ്റേയാള് വേണ്ടതിനും വേണ്ടാത്തതിനും സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ ഒരുമിച്ച് തന്നെ പഠിക്കുക. ചെറുപ്പം മുതലേ ഒരുമിച്ചെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലി പഠിക്കും, പക്ഷെ ഒരു കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. നമ്മളങ്ങനെ ഒരാളെ തോപ്പിക്കണമെന്നൊന്നും അങ്ങനെ വിചാരിച്ചിട്ട് പഠിക്കലൊന്നുമില്ല. പക്ഷെ ഒരു ഉള്ളിലൊരു ഇത് ഉണ്ടാവും. അത് അവളിപ്പോ ചിലപ്പോൾ എന്തെങ്കിലും പഠിച്ചങ്ങ് മുമ്പിൽ എത്തുമ്പോൾ എനിക്ക് ഞാൻ കരീശ്വര എൻ്റെ എത്തിയില്ലല്ലോ, അപ്പൊ ഞാനും വേഗം സ്പീഡിൽ പഠിച്ച് അവളെടുക്കി എത്താൻ നോക്കും. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ഡിഗ്രി PG ലെവലൊക്കെ നമ്മൾ ഒരേപോലെ ഏകദേശം ഒരേ മാർക്കുകളിലാണ് പോയിട്ടുള്ളത്. PGയിൽ മാത്രമേ ഇവള് ഫസ്റ്റ് റാങ്ക് കയറി. എനിക്ക് 96% ഉണ്ടായിരുന്നു, ഇവൾക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എപ്പോഴും. വലിയൊരു കോമ്പറ്റീഷൻ അല്ല, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. ഈ ഗവൺമെന്റ് സർവീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ഇൻസ്പിറേഷൻസ് മാമന്മാരായിരുന്നു. അവർ രണ്ടുപേരും ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജനിച്ച മുതൽ നമ്മൾ അധികം കാണുന്നതാണ് ഇവരെ ഗവൺമെന്റ് സർവീസിൽ അവർ വർക്ക് ചെയ്യുന്നതും ഹാർഡ് വർക്ക് ചെയ്യുന്നതും ഒക്കെ. അവർക്കുള്ള ഡെഡിക്കേഷനും ഓണസ്റ്റും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ വരണം, ഗവൺമെന്റ് സർവീസിൽ തന്നെ നമ്മൾക്കും കയറണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത്. നമ്മൾ മെയിനായിട്ടും ക്ലാസ് നോട്ട്സ് തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ 2023 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പാസ്റ്റ് സിലബസ് വെച്ചിട്ട് കവർ ചെയ്തു കുറച്ച് ടോപ്പിക്സ് ഒക്കെ. അതിനുശേഷം പിന്നെ ഒരു സിലബസ് ഇവർ നോട്ടിഫൈ ചെയ്ത സമയത്ത് ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. കുറേ എക്സ്ട്രാ ടോപ്പിക്സ് വന്നു. ഞാൻ മാത്സ് ആണ് പഠിച്ചത്. അപ്പോൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, എക്കണോമെട്രിക്സ്, അങ്ങനെ കുറേ ടോപ്പിക്സ് നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെ, കൊമേഴ്സ്, എക്കണോമെട്രിക്സ് പോലെയുള്ള സബ്ജക്റ്റ് നമുക്ക് അത്ര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ NDയുടെ ക്ലാസ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ ബേസിക്സ് തൊട്ടേ അവർ പറഞ്ഞു തന്നു. അത് ഈസി ആയിട്ട് നമുക്ക് അതൊരു ക്യാച്ച് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കാണുന്നു, നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു, തൊട്ട് ദിവസം വീണ്ടും അത് റിവൈസ് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായത്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പഠിച്ച് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഡിസ്കഷനൊക്കെ നടത്തിയിട്ടായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ മെയിനായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം ആ വീഡിയോ തന്നെ നമ്മൾ 2x അങ്ങനെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുമല്ലോ. ആദ്യം നമ്മൾ കാണുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണും, നോട്ട് എഴുതി വെക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എഴുതി വെക്കും. പിന്നെ PDF അവൈലബിൾ ആയിരുന്നു, അതും നോക്കും. പക്ഷെ എനിക്ക് കേട്ടിട്ടാണ് കുറച്ചുകൂടെ റിവൈസ് മൈൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ വീഡിയോ പ്ലേ ചെയ്യും. റിവൈസ് ചെയ്യുന്ന സമയത്ത് 2x ഇട്ടിട്ട് അത് വീണ്ടും റിവിഷൻസ് അങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു നോട്ട് എഴുതാനുള്ള ആ ഒരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. ജസ്റ്റ് PDF സേവ് ചെയ്തു നമ്മളൊരു ഗ്രൂപ്പ് ആക്കി, ഓരോ വാട്സപ്പിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ രണ്ടുപേരായിരുന്നു അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ തന്നെ നോട്ട്സ് കളക്ട് ചെയ്തിട്ട് അതിലേക്ക് അയക്കും. പിന്നെ എന്തൊക്കെയാ പഠിച്ചെന്നുള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അവരുടെ ഫോണിൽ അവർക്കും കാണാൻ പറ്റും, എനിക്കും കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ രണ്ടുപേരും ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ NDയുടെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് ആഴ്ചയിൽ ഓരോ മോക്ക് ടെസ്റ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ തന്നെ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. നമ്മളത് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം കുറേ തെറ്റ് ഞാനും വരുത്തിയിട്ടുണ്ടാവും, കുറേ തെറ്റ് അവളും വരുത്തിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ഒരാളുടെ തെറ്റ് എങ്ങനെ വന്നു, മറ്റൊരാളുടെ തെറ്റ് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യും. പിന്നെ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ അതിലേക്കൂടെ ഒന്ന് ജസ്റ്റ് നോക്കുമായിരുന്നു. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ജനുവരി 2025 ആ ഒരു ഡേറ്റിൽ 24 നടന്നത്. ഇന്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്, നമുക്ക് ഒന്നാമതധികം സംസാരിച്ചിട്ടൊന്നും അധികം ശീലവും ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഇന്റർവ്യൂ ആകുമ്പോൾ രണ്ടുപേർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തത് പണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള പ്ലാനിംഗ് ബോർഡിലുള്ളവരും പിന്നെ വേറെ പലതരത്തിലുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരുമായിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു.
അവർക്ക് അന്ന് ലഭിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അവർക്ക് അന്ന് അവർ ആൻസർ ചെയ്ത രീതിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നും അതിൻ്റെ ഒരു മാനേഴ്സൊക്കെ അവർ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്ലാനിംഗ് ബോർഡിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടൊരു ധാരണ, നമുക്ക് ഏതിലാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടിയത് അങ്ങനെ ഒരു അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായപ്പോഴാണ്. പിന്നെ നമ്മൾ ഡെയിലി ഓരോ ദിവസം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്താറുണ്ട്. അത് പിന്നെ റെക്കോർഡാക്കും, ഫോണിൽ റെക്കോർഡാക്കും. എന്നിട്ട് നമ്മൾ തന്നെ വീണ്ടും ഒന്ന് വാച്ച് ചെയ്ത് നോക്കും നമ്മൾ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു, നമ്മള് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ കണ്ണൂരിൽ നിന്ന് വരുന്നതായതുകൊണ്ട് കണ്ണൂരിനെ കുറിച്ച് എന്തൊക്കെയോ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നമ്മൾ കൃത്യം ഒരു നോട്ട് ഉണ്ടാക്കിയിരുന്നു. നമ്മളെ പഠിച്ചതും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യത്തിനും എല്ലാം നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നമ്മൾ തന്നെ അതിൻ്റെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ആൻസർ പ്രിപ്പയർ ചെയ്ത് അതേപോലെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും അവരോട് കുറെ കാര്യങ്ങൾ. അവർ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ അറിയുന്ന പോലെയുള്ള രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരു ജനറൽ നോളജ് വെച്ച് നമ്മൾ ആൻസർ ചെയ്തു. പിന്നെ ടെക്നിക്കൽ വരുന്ന സമയത്ത് മാത്സിന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ ചോദിക്കുന്ന ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എക്കണോമെട്രിക്സ് എന്നൊക്കെ ഡീപ്പ് ലെവലുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു. അപ്പോൾ നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ട് പറഞ്ഞു, അതെനിക്ക് അറിയില്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് സാറിനോട് പറഞ്ഞു. കാരണം അതൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കത് അതിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡർ ചെയ്യാന്ന് പറയുന്നത്, വെറുതെ ഒരു ആൻസർ പറയാന്ന് പറയുന്നത് നല്ലൊരു ഐഡിയ അല്ല, നമ്മൾ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഞാൻ കൂളായിട്ട് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു സാറിനോട്. അറിയാത്തത് അറിയുന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് കുറച്ചും കൂടി നല്ലൊരു ആൻസർ എന്നാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ എന്താ വെച്ചാൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പം എന്തായാലും ഒരു ഇൻ്റർവ്യൂ ആണല്ലോ, അപ്പോൾ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ടെൻഷൻ ആ ഒരു ഇൻ്റർവ്യൂവിലും കാണാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ടെൻഷൻ ഇല്ലാണ്ട് നല്ലൊരു ആക്റ്റീവായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും ഏതൊരാൾക്കും ഇൻ്റർവ്യൂവിന് മാക്സിമം കിട്ടാൻ പറ്റുന്ന മാർക്ക് കിട്ടും. ഞാൻ നല്ലൊരു ടെൻസ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്കതിൽ ഒരു മാർക്ക് മാക്സിമം കൊടുക്കുന്നതിൽ ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻട്രീൻ്റെ ക്ലാസ് ആയാലും ഇപ്പോൾ കാവ്യ മിസ്, പിന്നെ സൗമ്യ മിസ്, അവരൊക്കെ പിന്നെ കൊമേഴ്സിന്റെ ടീച്ചേഴ്സ് ഒക്കെ അവര് കൃത്യം പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ കൊമേഴ്സ് ഒന്നും ഇതുവരെ പഠിക്കാത്ത ഒരു സബ്ജക്റ്റാണ്. നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ട രീതിയിൽ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്, കോഡ് വെച്ചിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുപോലെ ഓർത്ത് വെച്ചിട്ടാണ് ഓരോന്നും പഠിച്ചിരുന്നത്. കാരണം നമ്മൾ മാത്സ് എടുത്തിട്ട് ഒരു ടച്ചും ഇല്ലാത്ത സബ്ജക്റ്റ് ആണ് ഈ എക്കണോമെട്രിക്സ് ഒക്കെ എന്ന് പറയുന്നത് PGന്റെ ഒരു പേപ്പർ തന്നെയാണ് എക്കണോമിക്സുകാർക്ക്. അപ്പോൾ അതൊക്കെ അവർ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിനോട് പഠിക്കാൻ വീണ്ടും ഒരു, അതായത് എക്കണോമെട്രിക്സിന് വീണ്ടും പഠിക്കണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാക്കി തന്നത് ആപ്പിൽ നിന്നാണ്, ഒരു ക്ലാസ്സിൽ നിന്നാണ്. നമുക്കിനി വീണ്ടും അത് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി അവിടെ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് ജോലി എന്തായാലും വേണം, അത് ഏതൊരു സ്ട്രീം ആയാലും വേണമെന്നുണ്ടായിരുന്നു. PG ആയതുകൊണ്ട് ടീച്ചിങ്ങിലേക്ക് പോകണം എന്നൊക്കെ ആദ്യം ചിന്തിച്ചു. പക്ഷെ എനിക്ക് ടീച്ചിങ്ങിനോട് അത്ര ഒരു പാഷൻ ഇല്ല. ഞാൻ പഠിപ്പിക്കാറുണ്ട്, പക്ഷെ അതിൽ ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പാഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു PSCക്ക് നമ്മൾ രണ്ടുപേരും പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് മെയിൻ കാരണം നമ്മുടെ കസിനാണ് സൗരവ്. അവനാണ് നമുക്ക് മെസ്സേജ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇതിന് പ്രിപ്പയർ നോക്കണം എന്നൊക്കെ പറഞ്ഞു. കാരണം അവനറിയാം, നന്നായിട്ട് അറിയാം ഇതൊരു PG ലെവൽ എക്സാം ആണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെക്കാളും വിശ്വാസം അവനായിരുന്നു. അപ്പൊ അവൻ തന്നെയാണ് നമ്മളെ ഈ എൻട്രിയിലേക്ക് സബ്സ്ക്രിപ്ഷൻസ് വാങ്ങിക്കുന്നതൊക്കെ അവനായിരുന്നു. അപ്പൊ അവൻ തന്നെയാണ് ക്ലാസ് പർച്ചേസ് ചെയ്ത് തന്നതും നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അവനായിരുന്നു. അതായത് നിങ്ങൾക്ക് എന്തായാലും ഈ ജോലി കിട്ടും അവൻ ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഈ ജോലി ഇട്ടാല് നമ്മളെ ലൈഫ് സെറ്റ് ആകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ എല്ലാ വെള്ളിയാഴ്ച നമുക്ക് മെയിൻ ആയിട്ട് എക്സാം ഉണ്ടാവുന്നത് ഞായറാഴ്ച ആയിരിക്കും. മോക്ക് ടെസ്റ്റസ് നടത്തുന്നത്, മീൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഞായറാഴ്ച ഒരു ലെങ്തി ടെസ്റ്റ് ഉണ്ടാവും, ഫുൾ ലെങ്ത് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എല്ലാ വെള്ളിയാഴ്ച ഇവനെ വിളിക്കും. അപ്പോൾ ആ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇത്ര അപ്ഡേറ്റ് ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ പറയും നമ്മൾ ഇന്ന് ഇത്ര പഠിച്ചു, ഇങ്ങനെ പഠിച്ചു, അഥവാ ഇന്ന് പഠിക്കാൻ പറ്റാത്ത മെന്റലി ഡൗൺ ആയിട്ടുള്ള സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഇന്ന് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെയായിരുന്നു, കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായി എന്നെല്ലാം പറയും, മെന്റലി ഡൗൺ ആണെന്ന് പറയാം. അപ്പോൾ അവൻ പറയും സാരില്ല, കുഴപ്പമില്ല, പിന്നെ പഠിക്ക്. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ ബാക്ക് ബോൺ ആയിട്ടുണ്ടായിരുന്നത് അവനായിരുന്നു. പിന്നെ നമ്മളെ കുടുംബമായാലും നല്ല സപ്പോർട്ടീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു കുടുംബത്തിലൊക്കെ ഏജ് ആയാലും പെൺകുട്ടികളോട് മാരേജ് അതിന്റെ ഒരു പ്രഷറൊക്കെ ഉണ്ടാകലുണ്ട്. നമ്മുടെ വീട്ടിൽ ഇതുവരെ മാരേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ അത് വലിയൊരു കാര്യമായിരുന്നു. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായാലും
നമ്മളിപ്പോ PG കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായി കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ ഇറങ്ങിയിട്ട്, ഇതുവരെ നിങ്ങൾക്ക് ജോലിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു എന്താ പറയാ നമ്മള് വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരും തന്നെ ചോദിച്ചില്ല. പുറത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്ര വരെ പഠിച്ചിട്ടൊന്നും ആയില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, ഇത്രയും പഠിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല, പിന്നെ ആയിരിക്കാ കിട്ടുക, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് പുറത്തുനിന്നുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഞാനാണെങ്കിൽ എനിക്ക് വിഷമം വരുമ്പോ എന്തായാലും കരഞ്ഞില്ലേ എനിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കരഞ്ഞ് അപ്പൊ തന്നെ വിഷമം അങ്ങ് തീർക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, കുറച്ച് ദിവസമല്ല അപ്പൊ തന്നെ കുറച്ച് പഠിക്കും, അല്ലെങ്കിൽ എൻട്രീൻ്റെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എടുത്ത് വെറുതെ ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജേർണി. എനിക്ക് പേഴ്സണലി ഈ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ നിൽക്കും. കാണുന്നതിന് ഇപ്പോൾ വേറൊരു ക്ലാസ് പോയി ഇരിക്കുമ്പോഴായാലും കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ കുട്ടികളെ ജസ്റ്റ് നമ്മൾ അറിയാതെ അങ്ങ് നോക്കിപ്പോവും. പക്ഷെ നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 20 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ ആ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് കണ്ണടച്ച് ഇങ്ങനെ കേൾക്കും. കണ്ണ് ഓപ്പൺ ചെയ്യേണ്ട സമയത്ത് മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പൊ എനിക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ. പേഴ്സണലി എനിക്ക്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഓൺലൈനാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഇപ്പം വീട്ടിലാകുമ്പോൾ നമുക്ക് വീട്ടിലെ ഭക്ഷണം കിട്ടും, വീട്ടിലെ സൗകര്യം എല്ലാം ഉണ്ടല്ലോ. നമ്മളിപ്പം പുറത്ത് പോയി പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് കുറേ ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട്. ബെറ്റർ നമ്മളെ വീട്ടിലിരുന്നിട്ട് തന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും നല്ല വൃത്തിക്ക് പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പഠിക്കുന്ന വീട്ടിൽ എവിടെയായാലും പഠിക്കുന്നുള്ളത് തന്നെയാണ് എനിക്കിപ്പം പറയാൻ തോന്നുന്നത്. കാരണം നമ്മൾ വിചാരിക്കും ആ ഒരു സ്ഥലത്ത് പോയി ഇരുന്നാലേ അത്രയും കുട്ടികളെ കാണുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ തോന്നലുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, പഠിക്കുന്നവരെ എവിടെ നിന്നായാലും പഠിക്കും. ആ ഒരു ഉള്ളിലൊരു ഇതുണ്ടായാൽ മതി, ആ ഒരു തീ ഉണ്ടായാൽ മതി. എൻട്രി ആപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് 3 മാസത്തിന് മുന്നെയാണ് നമുക്ക് സിലബസ് വന്നത്. അതും പഴയ പാസ്റ്റ് സിലബസിനേക്കാളും നല്ലൊരു ചേഞ്ച് ആണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പൊ പുതിയ കുറേ ടോപ്പിക്സ് വന്നു. അപ്പോൾ ഇതൊരു PG ലെവൽ ഒരു സിലബസ് ആവുന്ന സമയത്ത് അത് എത്രയും ടോപ്പിക്സ് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് കുറേ പഠിക്കേണ്ടി വരും. ഇത് എന്താണോ പഠിക്കേണ്ടത്, എന്താണ് കൃത്യമായിട്ട് നമുക്ക് ഏതാണ് ബേസ് പോയിന്റ്സുകൾ എന്നുള്ളത് കൃത്യമായിട്ട് എൻട്രി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഓഫ്ലൈനാണ് നമ്മൾ കോച്ചിങ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവിടെയെല്ലാം ഇത്രയും വലിയൊരു സിലബസ് പറഞ്ഞു തരിക എന്ന് വെച്ചാൽ അത്ര പോസിബിൾ ആയിരിക്കില്ല. പക്ഷേ എൻട്രിയിൽ കുറച്ചും കൂടി കണ്ടന്റ് ചുരുക്കി അവർ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് പറഞ്ഞു തന്നത് കുറേ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആരായാലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പോൾ സ്ത്രീകളായാലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരിക എന്നുള്ളതാണ് എൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മയായാലും, അമ്മ ഹോം മേക്കറാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടാവണം എന്നുള്ളത് അമ്മയാണ് കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ മാരീഡ് ആയിക്കോട്ടെ അൺമാരീഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും, പക്ഷെ നമ്മൾ അതിൽ നിന്ന് എപ്പോഴെങ്കിലും നമുക്ക് മുക്തി വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. എന്നിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരിക. ഇനിയിപ്പം അൺമാരീഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പഠിച്ചൊരു ജോലി ആക്കിയതിന് ശേഷം മാരേജിന് തയ്യാറാവുന്ന സമയത്ത് മാരേജ് ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു മാരേജിലേക്ക് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം, ആൺകുട്ടികളെ പോലെ തന്നെ ഗേൾസിനും ഫിനാൻഷ്യൽ ഫ്രീഡം ഇമ്പോർട്ടൻ്റ് ആണ്. അവരെപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടവരല്ല. എല്ലാവരും ആശ്രയിക്കണം എന്ന് പറയുന്നത് നല്ല സെൻസിൽ നമുക്ക് ആരെയും ആശ്രയിക്കാം. ഒരു ഇന്റർഡിപെൻഡൻസ് ആണ് വേണ്ടത്, പക്ഷെ എന്നാലും നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇത്രയും പഠിച്ച ഒരു PG ലെവലൊക്കെ എത്തി നല്ലോണം കഷ്ടപ്പെട്ട്, എന്നിട്ടും ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഫീൽഡിൽ ഇറങ്ങിയവരും ഓരോ എക്സാമിനും തോറ്റു നിൽക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. എന്താ ഇതുവരെ കിട്ടാത്ത, ആൾക്കാരുടെ ചോദ്യത്തിന് മുന്നിലൊക്കെ ഒരുപാട് തളർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ കിട്ടിയപ്പോൾ ആ ഒരു സന്തോഷം, റാങ്ക് ലിസ്റ്റിൽ 12ാം റാങ്ക് വന്നപ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. പിന്നെ അതുമല്ല നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് നമ്മൾ തുള്ളിച്ചാടലേന് ശരിക്കും പറഞ്ഞാൽ. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആശ്വാസവും കൂടിയാണ്. നമ്മൾ സന്തോഷം എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് അതിനെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. അതൊരു ആശ്വാസം കൂടിയാണ്. നമ്മൾ ഇത്രയും പഠിച്ചു, ഓരോരോ സ്റ്റേജിലും ഉണ്ടായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിത് എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് വലിയൊരു അത്ഭുതമല്ല. നമ്മൾ ആരായാലും അതൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ അങ്ങനെ വന്ന ജേർണിയിൽ ഇത്രയും ഈ ഒരു ജോബ് കിട്ടി. ഇനിയും ഉണ്ട് കുറേ ലൈഫിൽ, ഇന്നും കുറേ നമുക്ക് എയിമും അതൊക്കെ ഉണ്ടാവും. എന്നാലും ഇപ്പോൾ ഒരു ജോബ് കിട്ടുക എന്നുള്ളത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏതൊരു എക്സാമിന് പഠിക്കുമ്പോഴും എല്ലാവരും പറയും ഈ ഒരു എക്സാം, ഒരു ഇത്ര സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് എക്സാം എഴുതാം. അങ്ങനെയൊന്നുമല്ല PSCന്റെ കാര്യം. ഏത് എക്സാമിനാണോ പഠിക്കുന്നത് അതിന്റെ സിലബസ് അതിന് തന്നെ ആയിട്ട് നമ്മൾ പഠിക്കണം. ഒരു എക്സാമിന് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം പഠിക്കാൻ പറ്റൂ.
ഒരു എക്സാമിന് പഠിച്ചതുകൊണ്ട് ബാക്കി എല്ലാ എക്സാമും ക്ലിയർ ചെയ്യണമെന്ന് പറ്റണമെന്നില്ല. അത് ഓരോന്നിനും ഓരോതായിട്ടുള്ള സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യുക, തന്ന സിലബസും കൃത്യമായിട്ട് നമ്മളത് കവർ ചെയ്യുക. അത് നമുക്ക് ആ സിലബസിൽ മൊത്തം കവർ ചെയ്യാൻ പക്ഷെ പറ്റണമെന്നില്ല. പഠിക്കുന്ന സാധനം നല്ല വൃത്തിക്ക് പഠിക്കുക, വൃത്തിക്ക് പഠിച്ച് റിവൈസും കൂടി ചെയ്യാം, റിവൈസ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് എടുക്കുക. എങ്കിൽ കൂടി മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മൊത്തമായിട്ട് പഠിച്ച ഒരാൾക്ക് പിന്നെ ആ ഒരു എക്സാം നല്ലൊരു വൃത്തിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എന്താണോ അത് പഠിക്കുക. എല്ലാ കുറെ സിലബസ് വരുമ്പോൾ ഒരു ലെങ്തി സിലബസ് ആയിരിക്കും. അതിൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് അല്ലാത്ത കുറെ ഭാഗങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് എന്നുള്ളത്. അപ്പോൾ അത് പഠിക്കുക. അതിനകത്ത് മാർക്ക് എത്ര മാർക്കോളം ഈ ഒരു സിലബസിൽ നിന്ന് വരും അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ വരും എന്നുള്ളതൊക്കെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാർക്ക് നോക്കിയിട്ട് നമ്മൾ ആ ഒരു പോർഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. PSC എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് അപ്സും ഡൗൺ ഉണ്ടാവും. ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൗൺ എന്തായാലും ആകും. അതേ സമയത്ത് ആ ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ അതിനെ കവർ ചെയ്യുക. ആ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ഒന്നുകിൽ ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ ആ ഡൗൺസിനെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും പ്രോപ്പറായിട്ട് നമ്മൾ ടെസ്റ്റസ് എടുക്കുകയും പിന്നെ ക്ലാസ്സസ് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ PSCകളിലെ ഏത് റാങ്ക് ലിസ്റ്റിലും നമുക്ക് കയറാനും പറ്റും, ജോലിയും കിട്ടുന്നത്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ റൈറ്റ് ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നമ്മളിലേക്ക് എത്തിപ്പെടേണ്ടതാണെങ്കിൽ എന്തായാലും നമ്മളിലേക്ക് എത്തും. അപ്പോൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ഈ PSC മേഖലകളിലേക്ക് കടന്നു വരുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ ആശംസകൾ. ഇവിടെ കുറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് PSCയുടെ എക്സാംസിന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. All the best.